നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഉത്രാളിക്കാവിൽ പൂരാവേശം. വിവിധ ദേശങ്ങളുടെ എഴുന്നള്ളിപ്പിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റിയത് കൃത്യമായ പദ്ധതികളോടെയെന്ന് സൂചന. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഗുരുവായൂരിൽ മത്സരിച്ചു. വാണിയമ്പാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ച് കാർ മറിഞ്ഞു. കാറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം 9ാം ദിനത്തിൽ. ചർച്ചയിൽ വ്യക്തമായ ഉറപ്പ് കിട്ടാത്തതിനാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് KGMCTA തീരുമാനം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. മുഖം മറച്ച മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി ട്രാം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. വ്യത്യസ്തങ്ങളായ 24 ആവാസ ഇടങ്ങളും മാൻ സഫാരിയും ഉൾപ്പെടെ 336 ഏക്കർ സ്ഥലത്ത് സന്ദർശകർക്ക് സൌകര്യപൂർവ്വം കാഴ്ചാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ട്രാം സംവിധാനം ഒരുക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. വിളവെടുത്ത് 22 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് വിൽക്കാൻ കഴിയാതെ കർഷകൻ ദുരിതത്തിൽ. കിള്ളിമംഗലം മനക്കത്തൊടിയിൽ സുധീഷിന്റെ നെല്ലാണ് ഇതുവരെയും ഏറ്റെടുക്കാത്തത്. മായന്നൂർ കൂത്താമ്പള്ളി പാലത്തിന്റെ കാന മഴയിൽ തകർന്നതിൽ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി P. സുലൈമാൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അയനം A. അയ്യപ്പൻ കവിതാ പുരസ്കാരം PA നാസിമുദ്ദീന്. 10,111 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 8-ന് കൊടുങ്ങല്ലൂരിൽ സമ്മാനിക്കും. കേരള നഴ്സസ് യൂണിയന്റെ 2ാമത് സംസ്ഥാന കൺവെൻഷൻ തൃശൂർ ജവഹർ ബാലഭവനിൽ CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കേരള നഴ്സസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് OS മോളി അധ്യക്ഷത വഹിച്ചു. സമദർശിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും സാമൂഹ്യ ഇടങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. കേരള സാഹിത്യ അക്കാദമിയിൽ ഈ മാസം 26, 27 തീയതികളിലായാണ് സെമിനാർ നടക്കുന്നത്. കോടശ്ശേരി ചായ്പൻകുഴി മൃഗാശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടറെ നിയമിച്ച മൃഗസംരക്ഷണ വകുപ്പ് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ VM ഹാരിസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചായ്പൻകുഴി മൃഗാശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് നിയമനം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണശാംകടവ് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾക്കും സുരക്ഷയ്ക്കും മാർച്ച് 1 മുതൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ അന്തിക്കാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംയുക്ത യോഗം തീരുമാനിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷയായി. സേവാഭാരതി കൊണ്ടാഴിയുടെ നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ ആരംഭിച്ചു. മുൻ കേരള ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷൺ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് വികസന സെമിനാർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അധ്യക്ഷയായിരുന്നു. മാനന്തവാടി വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവംബർ 9 മുതൽ 20 വരെ വാജപേയ സോമയാഗം സംഘടിപ്പിക്കും. കാലടി സംസ്കൃത സർവകലാശാല പയ്യന്നൂർ സെന്റർ ഡയറക്ടർ കൊമ്പംകുളം ഇല്ലം വിഷ്ണു സോമയാജിപ്പാടാണ് യാഗാചാര്യൻ. ഗീതാഞ്ജലി ക്രിയേഷൻസിന്റെ ബാനറിൽ ശ്രീജ പാർവതിയും സജി കലാഭവനും ചേർന്ന് നിർമ്മിച്ച 3 ഭക്തിഗാനങ്ങളുടെ വീഡിയോ പ്രകാശനം കുറ്റുമുക്ക് കസ്തൂർബ സ്മാരക വായനശാലയിൽ നടന്നു. സംഗീത സംവിധായകനും ഗായകനുമായ നൌഷാദ് തൃശൂർ പ്രകാശനം നിർവഹിച്ചു. സമസ്ത കേരള വാര്യർ സമാജം ആചാര്യ സംഗമവും ആചാര്യ ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ഐവർമഠം മാധവാര്യനഗറിൽ സമാജം സംസ്ഥാന പ്രസിഡന്റ് PK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. നെടുമ്പാൾ SNDP ഹാളിന് സമീപമാണ് പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. മുരിങ്ങൂരിൽ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. എറണാകുളം തൃശൂർ ദിശയിലെ ഭാഗത്താണ് പാർശ്വഭിത്തിയുടെ മുകളിൽ നിന്നും കോൺക്രീറ്റ് സ്ലാബ് നിലം പൊത്തിയത്. ഇത് 3ാം തവണയാണ് സ്ലാബ് തകർന്നത്.
3 സീറ്റുകൾ വെച്ച് മാറണമെന്ന ആവശ്യം ഉന്നയിക്കാൻ CPI. തൃശൂർ, പറവൂർ, മണ്ണാർക്കാട് എന്നീ സീറ്റുകൾ വെച്ച് മാറണമെന്ന ആവശ്യം ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിച്ചേക്കും. തൃശൂരിന് പകരം മണലൂർ, പറവൂരിന് പകരം പെരുമ്പാവൂർ എന്നീ സീറ്റുകൾ പകരം ചോദിക്കുമെന്നാണ് സൂചന. സർക്കാർ ഡോക്ടർമാരുടെ സമരം ഉടൻ തീർപ്പാക്കാൻ സർക്കാർ ഇടപെടുക, രോഗികളുടെ പരാധീനതകൾക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് സംഘടിപ്പിച്ച ഉപവാസ സമരം അവസാനിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് നാരങ്ങാ നീര് നൽകി സമരം അവസാനിപ്പിച്ചു. കോടികൾ ചിലവഴിച്ചു നിർമ്മിക്കുന്ന പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലായിരിക്കെ കർഷകർക്കും നാട്ടുകാർക്കും ആശങ്ക. റെഗുലേറ്ററിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന് കർഷകർ. പെരുമ്പിലാവ് സെന്ററിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന 2 കാറും 2 ലോറികളുമാണ് അപകടത്തിൽപ്പെട്ടത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 60ഓളം കോളേജുകളിൽ നിന്നുള്ള 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കേരള കോൺഗ്രസിന് നൽകുന്നത് എതിർത്ത് യൂത്ത് കോൺഗ്രസ് പ്രമേയം. സീറ്റ് കോൺഗ്രസിന് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാള പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് NDA മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റിയും ബൈത്തു സക്കാത്ത് കേരള പെരുമ്പിലാവ് ചാപ്റ്ററും സംയുക്തമായി സക്കാത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P. മുനീർ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് നാദവർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ കുതിരവേലയ്ക്ക് സമാപനമായത്. മൈസൂരിൽ നടന്ന 38ാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റ് ഭരതനാട്യം ജൂനിയർ വിഭാഗത്തിൽ KS നിരഞ്ജനയ്ക്ക് 1ാം സ്ഥാനം. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിരഞ്ജന. അയ്യൂർ അയ്യമ്മലക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റം നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒറ്റപ്പാലം തോട്ടപ്പായമന ശ്രീരാജ് തിരുമേനി കൊടിയേറ്റം നിർവഹിച്ചു. വ്യാഴാഴ്ചയാണ് പൂരം. യൂണിക്സ് ക്ലബ് വെങ്കിടങ്ങിന്റെ നേതൃത്വത്തിൽ ഒരുക്കിവെക്കാം ഒരു തുള്ളി ജലം എന്ന പദ്ധതിയുടെ ഭാഗമായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കി. പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ NK വിമല ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.